ഹബീബിന് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. സ്വഹാബികളെ നോക്കി അല്ലാഹു പറയുന്ന വചനങ്ങളാണിത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ അനുയായികളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. അവർ മധ്യമ സമുദായമാണ്, മിതത്വമുള്ളവരാണ്. അവർ തീവ്ര ആളുകളല്ല, അവർ തീവ്രത കാണിക്കുന്നവരല്ല, അവർ മിതത്വവും പക്വതയും കാണിക്കുന്നവരാണ്. മോഡറേറ്റ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം, എക്സ്ട്രീമുകളല്ല. അത് വേണ്ട, അത് അപകടമാണ്. തീവ്രമായ നിലപാടുകൾ. സ്വഹാബിമാരെ കുറിച്ച് നബി തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നത് ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാഅ അലന്നാസ്. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നബി തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, അവരുടെ സമുദായത്തോട് അല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബിയെ അയച്ചിരുന്നില്ലേ, എൻ്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ അല്ലാഹു നിർണയിക്കുന്നത് ഹബീബായ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെയുമാണ്. ഖുർആൻ പറയുന്നു, നോക്കൂ, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ ഉദൂലാണ്, സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ്. അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന് ജർഹ് തഅദീലിന്റെ ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ്. ശുഹദാഉ അലന്നാസ് ലിതകൂനു ശുഹദാഅ അലന്നാസ്. അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലയോ, അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലേ. അതുകൊണ്ട് ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ ഹദീസ് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു, അവരാരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന സനദ്, റിപ്പോർട്ടർമാർ, അവരെ പരിശോധിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അതിനാണ് ഇൽമുൽ ജർഹ് വ തഅദീൽ എന്ന് പറയാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ മഹാന്മാരായ ഇമാമിങ്ങളാണ്. ഹാഫിദ് ഇബ്നു ഹജർ, അഹ്മദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. വേറെയും ഇമാമികൾ ഒരുപാട് അതിനുശേഷം കടന്നു വന്നു. അപ്പോൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ, ഇവരൊക്കെ സ്വഹാബിമാർ വരെ ഗവേഷണം നടത്തും. സ്വഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല. കാരണം ലിഅന്നല്ലാഹ അദലഹും, അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്, മുഴുവനും സത്യസന്ധരാണ്. അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അവരാണ് സ്വഹാബിമാർ. അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് അല്ലാഹു ചെയ്ത് എത്ര വലിയ സൗഭാഗ്യമാണ്. സ്വഹാബിയായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ആയിദ് ബിൻ ഉമർ എന്ന് പറയുന്നൊരു സ്വഹാബി, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഉബൈദുല്ലാഹി ബിൻ സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഐബുനൈ, ഈ സ്വഹാബി ആയിദ് ബിൻ ഉമർ എന്നവരെ ഈ ഭരണാധികാരിയോട് ഉബൈദുല്ലാഹി ബിൻ സിയാദിനോട് പറയുന്നു, ഐബുനയ്യ, പൊന്നുമോനെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന ശർറൽ റിആ അൽ ഹത്വമ, ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ അൽ ഹത്വമ, ജനങ്ങളെ അടിച്ചൊതുക്കുന്നവരാണ്. ഫഇയ്യാക അൻ തകൂന മിൻഹും ഉബൈദുല്ലാഹ്, നീ അത്തരം ഭരണാധികാരികളിൽ പെട്ടുപോകരുതേ, ജനങ്ങളെ അടിച്ചമർത്തരുത്.
ഇന്ന ശർറർ റിആഇ ഇലല്ലാഹ് ഇന്ന ശർറർ റിആഇ അൽ ഹതമ. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അഹങ്കാരിയാണ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, ഇജ്ലിസ്, ആയിദ ഇവിടെ ഇരിക്കൂ, ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ അനുയായികളായ സ്വഹാബിമാരിലെ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങൾ എന്ന് ആ സ്വഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോ ആയിദ് ഇബ്നു ഉമർ എന്നവരെ പറഞ്ഞു. ഫഖാല സ്വഹാബി, അവരുടെ മറുപടി വന്നു, വഹൽ കാനത് ലഹും നുഖാല ഇന്നമാ കാനത്തിൻ നുഖാലതു ബഅദഹും വഫീ ഗൈരിഹിം. സ്വഹാബികളിൽ അങ്ങനെ പൊടിയാണ്, അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സ്വഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ? ആ ഒഴിവാക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സ്വഹാബികൾക്ക് ശേഷമല്ലേ വന്നത്, സ്വഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരിൽ ആരെയും ചെറുതായി കാണരുത്, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. സ്വഹാബിയാണോ അവർക്കാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയാം. സ്വഹാബികൾക്ക് ശേഷം വരുന്നവരെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. സ്വഹാബിമാരെ അല്ലാഹു തർളീത്ത് ചൊല്ലി റളിയല്ലാഹു അൻഹും വറളൂ അൻ ഇത് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹസൻ